നമുക്ക് ഇച്ചിരി കപ്പയും മീനും ഉണ്ടാക്കിയല്ലോ വൈകിട്ട്. എന്നും ഇതൊക്കെ തന്നെയാണ്, എന്നാലും വെറുതെ ഒരു രസം. കിരിയാമീൻ കിട്ടി കേട്ടോ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അത്യാവശ്യം നല്ല മീനാണ്. അപ്പോൾ ഒരു 4 എണ്ണം വറക്കാനായിട്ട് മാറ്റി വെച്ചു, വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് കറി വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ കപ്പയ്ക്ക് അരയ്ക്കാനുള്ള തേങ്ങ ചരണ്ടി വെച്ചതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ചെറിയ ഉള്ളി ഇടണം, മഞ്ഞൾപ്പൊടി ചേർക്കണം, കറിവേപ്പില ഇടണം. ഇതൊക്കെ ഇട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഇത് നമുക്ക് കപ്പ ഇളക്കി വെക്കണം. ഇതുണ്ടോ, ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ചട്ടിയൊക്കെ കഴുകി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് വഴറ്റി ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ ഒക്കെ ഇട്ട് കടുക് വറുത്തും അല്പം ഉലുവപ്പൊടി ഒക്കെ ഇട്ട് നമുക്കൊരു അത്യാവശ്യം ഒരു കൊച്ചു കറി, മീൻ കറി വെക്കാം കേട്ടോ. അപ്പം ചോറൊക്കെ വെച്ച് വാർത്തിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്ക് വൈകുന്നേരം ചോറ് തിന്നാൻ മടിയാണ്. അതുകൊണ്ടാണ് വല്ലപ്പോഴും നല്ല സൈസ് കപ്പ കിട്ടുമ്പോൾ ഇച്ചിരി കപ്പ വാങ്ങിച്ച് മീനും കപ്പയും കൂടെ ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ചോറോ അല്ലെങ്കിൽ കഞ്ഞിയും പയറും ഒക്കെ ആയിട്ട് കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതാകട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വരട്ടെ. അപ്പം ഞാൻ ആദ്യം കപ്പയ്ക്ക് അരപ്പിട്ട് ഇളക്കി ചൂടാറാ പാത്രത്തിലേക്ക് ഇറക്കി വെക്കണം. കറിയൊക്കെ വെന്ത് വരുമ്പോഴത്തേനും ചൂടാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പം വലിയ കൈപ്പരസവും വന്നാലോ, ഞാൻ ചൂടാറാതെ തന്നെ കഴിക്കണമെന്നാണ് എല്ലാവർക്കും നിർബന്ധം. അപ്പം അങ്ങനെയൊന്ന് ചെയ്യാം. കടുവും ഉലുവയും വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് പൊട്ടിച്ചു കേട്ടോ. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇല്ല. എടുക്കണമെങ്കിൽ രാത്രിയായി, പുറത്ത് പോയി എടുത്തുകൊണ്ട് വരാനൊന്നും ഇപ്പോൾ പറ്റത്തില്ല. എടുത്തുകൊണ്ട് ഒന്ന് വെച്ചിരുന്നത് തീർന്നും പോയി. അതുകൊണ്ട് ഇന്ന് കറിവേപ്പില ഇല്ലാത്ത മീൻ കറി. അപ്പോൾ നന്നായിട്ട് പിന്നെ നമുക്ക് ഈ തക്കാളിക്ക ചേർക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇതുണ്ടോ, ഇല്ല തക്കാളിക്കയും കൂടെ ചേർത്ത് കേട്ടോ. തക്കാളിക്കയും ചേർത്ത് വഴറ്റി വെള്ളവും ചേർത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നു. അപ്പോൾ നമുക്ക് ഇനി ഈ മീൻ ഈ വെള്ളത്തിനകത്തുനിന്ന് ഒന്നുകൂടെ കഴുകി പിഴിഞ്ഞ് വയ്ക്കാം. അടുപ്പിലേക്ക് ഇടാം കേട്ടോ, അതായത് ചട്ടിയിലേക്ക്. ഇത് നമുക്ക് വറക്കുകയും ചെയ്യാം. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അല്പം ഇതുകൊണ്ട് ഗരം മസാലയല്ല, കായപ്പൊടി, അല്പം കായപ്പൊടി ചേർത്തു. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഒക്കെ തിരുമ്മി വെച്ചേക്കുന്ന കുരുമുളക് പൊടി നന്നായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് എണ്ണയിൽ പൊരിച്ച് മുരിച്ച് വെക്കണം. അപ്പോൾ ഇത് പെറുക്കിയിടട്ടെ. അപ്പോൾ നമ്മുടെ കറി പകുതി മുക്കാൽ ഭാഗം വേവായിട്ടോ. ഇനി ഒന്ന് വെന്ത് കുറുകി പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിക്ക് ഇട്ടിട്ടുണ്ട്, കുടംപുളി ഇട്ടിട്ടുണ്ട്. അതുപോലെ നല്ല പുളിയുണ്ട്, ഉപ്പുണ്ട്, എരിവുണ്ട്, മറ്റ് മസാലകളുടെ ഒക്കെ മണമുണ്ട് കേട്ടോ. കായപ്പൊടിയൊക്കെ ചേർത്ത് ഇട്ടിട്ടുണ്ട്, ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്, ഉലുവ ഇട്ട് കടുക് വറുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർന്ന് വന്നാലാണ് മീൻ കറിയുടെ ഒരു രുചി ഉണ്ടാകുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീൻ വറക്കാനായിട്ട് വെച്ചേ. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് അങ്ങനെ വെച്ചിരുന്നാണ് കറി വെച്ചിരുന്നത്. നാളെ രാവിലെ ചോറ് കൊണ്ടുപോകേണ്ടവർക്കാണെങ്കിൽ ഇത്തിരി മീൻ വറുത്തും വെച്ചൊക്കെ കൊണ്ടുപോകാമല്ലോ. അതിന് വേണ്ടിയിട്ട് രാത്രി വറുത്ത് വെച്ചാൽ രാവിലെ പനി എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി വെന്ത് പാകമായി കേട്ടോ. ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഒരു ശകലം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത മീൻ കറിയാണ്. അത്രയും ചേർത്താൽ മതി. ജസ്റ്റ് ഒന്ന് വയ്യ ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കണം. കാരണം പാലെല്ലായിടത്തും ഒന്നാകാൻ വേണ്ടിയിട്ട്. നമുക്കിത് പയ്യെ തിള കയറുമ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കാം. പയ്യെ ഒന്ന് തിള കയറി വന്നാൽ മതി കേട്ടോ. നേരത്തെ തീ ഓഫ് ചെയ്തു ഒന്ന് ചിറ്റിച്ച് വെക്കണം. അപ്പോൾ മീൻകറിയൊക്കെ വെച്ച കപ്പയൊക്കെ പുഴുങ്ങി റെഡിയാക്കി വിളമ്പി പെറുക്കി വെച്ചു കേട്ടോ. കപ്പ കഴിച്ചാൽ പിന്നെ ആർക്കും ചോറൊന്നും വേണ്ട. അപ്പോൾ കപ്പ ചൂടോടെ തന്നെ വിളമ്പി കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാട്ടോ.